നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ റീഡിംഗ് ആണ് നോക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ പോയ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്തെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എൻ്റെ റീഡിങ്ങിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് ശരിക്കും പ്രചോദനം നൽകുന്നത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ റീഡിങ്ങുകളും ഇവിടെ ആവശ്യപ്പെടുക. പക്ഷേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വ്യക്തിപരമായും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജനറൽ റീഡിങ്ങിൽ ഒരുപാട് പേരുടെ എനർജി വരുന്നുണ്ട്. അതുകൊണ്ട് ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ള, എന്നോട് ഇവിടെ വന്ന് കമൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സോൾമേറ്റ്, ടിൻ ഫ്ലെയിം, പിന്നെ ബ്ലാക്ക് മാജിക്ക്, അങ്ങനെ കുറേ ഫയൽ റീഡിങ് ഇതൊക്കെ ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും ഞാനിതെല്ലാം ഓരോ ഘട്ടമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ലൈവായിട്ട് ഷഫിൾ ചെയ്ത് റീഡിങ് ചെയ്യുമോ എന്നും ചോദിച്ചു. അത് ഇപ്പോഴെനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ്, എൻ്റെ സിറ്റുവേഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ്. അതും ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ എൻ്റെ ഈ യാത്രയിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ. അതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങളെ അതുപോലെ യൂണിവേഴ്സൽ മെസ്സേജ് എന്നും എല്ലാവരും കേൾക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നിങ്ങൾക്ക് ലൈഫ് കരിയറാണ് നമ്മൾക്ക് സക്സസ് ആവേണ്ടത്. ബന്ധങ്ങൾ അത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സക്സസ് ആയിക്കോളും. നമ്മളവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കരിയറിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പം ഞാനിവിടെ ഫസ്റ്റ് വെച്ചിരിക്കുന്നത് 4 ഓഫ് പെൻറ്റിക്കിൾസ്, 10 ഓഫ് പെൻറ്റിക്കിൾസ്, ക്യൂൻ ഓഫ് വാൺസ്, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ റീഡിങ് വെച്ചിരിക്കുന്നത് നിങ്ങളും ആ വ്യക്തികളും തമ്മിലുണ്ടായ ഒരു കണക്ഷനും ചേഞ്ചിങ് ഒക്കെയാണ് കേട്ടോ. ഇതിനകത്ത് നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഒരാളാണ്. മറ്റെല്ലാ സുഖസൗകര്യങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ആ വ്യക്തിയെ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അത്രത്തോളം കെയർ ചെയ്തിരുന്നു, ഒരു വാല്യൂ കൽപ്പിച്ചിരുന്നു നിങ്ങളുടെ പേഴ്സണ്. നിങ്ങളുടേതായ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച ആ പേഴ്സണ് നല്ലൊരു വാല്യൂ കൽപ്പിച്ചിരുന്നു. നിങ്ങൾ നല്ല ബാലൻസിൽ, അതായത് ഒരു നിങ്ങൾ നല്ല ബാലൻസിൽ നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ പേഴ്സണിൻ്റെ ഒരു കുറവും വരുത്താതെ നിങ്ങൾ ആ പേഴ്സണിനെ വാല്യൂ കൽപ്പിച്ച് സ്നേഹിച്ച് റെസ്പെക്റ്റ് ചെയ്ത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ആ സ്വപ്നങ്ങളെ മാറ്റിവെച്ചും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ആ പേഴ്സണിന് വേണ്ടിയിട്ട് ജീവിച്ചൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി. അതായത് നിങ്ങൾ നല്ല ബാലൻസിലാണ് നിങ്ങളുടെ ഈ ബന്ധത്തെ കൊണ്ടുപോകാൻ നോക്കിയത്. പക്ഷേ അതിനിടയ്ക്ക് പെട്ടെന്നായിരുന്നു മറ്റൊരു പേഴ്സൻ്റെ കടന്നുകയറ്റം ഉണ്ടാകുന്നത്. അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുന്ന ഏതോ ഒരു സാഹചര്യത്തിലാണ് ആ വ്യക്തി വന്നുപെടുന്നത്. അവരായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഈ പഠിക്കുന്നിടത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റഡി വർക്കിംഗ് ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഈ വ്യക്തിക്ക് ശരിക്കും അടുപ്പം വരുന്ന തരത്തിൽ കുറേ അധിക സമയം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ആ തേർഡ് പാർട്ടിയുമായിട്ട് കണക്റ്റ് ആവാനുണ്ടായ കാരണം. ചിലപ്പോൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കും, അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ, അവർക്ക് കൂടുതൽ സമയം അവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ചിലവഴിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി. പുറമെ ഭയങ്കരമായും ബ്യൂട്ടി ആയിരുന്നു. അതായത് നല്ല അബണ്ടൻസ് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. മെയിലാണേലും ഫീമെയിലാണേലും കേട്ടോ. കാരണം എനിക്കിവിടെ മെയിലാണ്, നമ്മൾക്ക് ഫീമെയിൽ എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾക്ക് പിക്കുകൾ വന്നിരിക്കുന്ന കൂടുതൽ ഫീമെയിലിൻ്റേതാണ്. അതുകൊണ്ട് നമ്മൾക്ക് അതിനകത്ത് അവർ അതായത് ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തിനേയും കൈക്കുള്ളിലാക്കാം, എന്തിനേയും സ്വന്തമാക്കാൻ പവർഫുള്ളുള്ള, അതായത് ഒരു തന്നിഷ്ടവും പവർഫുള്ളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ സാമ്പത്തികവും ഉണ്ടായിരുന്നു. നല്ല സാമ്പത്തികമായിട്ട് പണം കൈകാര്യം, പുറമേ കാണുമ്പോൾ നല്ല പോലെ മറ്റുള്ളവർ നോക്കുമ്പോൾ പണം ചെലവഴിച്ച് ബാഹ്യമായിട്ടും ഭയങ്കരമായ ആകർഷണ
ബാഹ്യമായ ആകർഷണ ശക്തിയുള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ വന്ന ആ തേർഡ് പാർട്ടി. അവർ ബാഹ്യമായിട്ടുള്ള കുറേ മോടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രവുമല്ല അവർ പിടിക്കുന്നിടത്ത് നിർത്താൻ കഴിയുന്ന ഒരു ശക്തിയായിരുന്നു. മാത്രവുമല്ല അതുപോലെ തന്നെ സക്സസ്സുമായി അവർ ചിന്തിക്കുന്നിടം അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ല സക്സസ് ഉണ്ടായിരുന്നത് കൊണ്ട് എന്തു പറ്റി, നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നല്ല ഫോക്കസ് ആയിരുന്നു. നിങ്ങളുടെ വ്യക്തിയുമായോട് ഭയങ്കര കെയറിങ്, അവരെ വലിയ രീതിയിൽ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ കാണിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അതിൻ്റെ പുറത്തെല്ലാം ആ വ്യക്തി അവരിലേക്ക് വീഴുകയായിരുന്നു. മാത്രവുമല്ല ബോട്ടം ഓഫ് ദി ഡെക്ക് അവർ സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയിരിക്കുന്നത് മെജീഷ്യനാണ്. മെജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വശീകരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതായത് മാനിഫെസ്റ്റേഷൻ പവർ ഉള്ളവരാണ് മെജീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടായിരുന്നു. ഒരു മാനിഫെസ്റ്റേഷനിലൂടെ ഒരു രീതിയിലാണ് ഈ വ്യക്തിയെ വശീകരിച്ച് അവരിലേക്ക് കൊണ്ടുപോയത്. ശരിക്കും ബ്ലാക്ക് മാജിക്കിലൂടെയാണ് ആ വ്യക്തിയെ ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തോ ബ്ലാക്ക് മാജിക്, എന്തോ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളൊരു പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെയൊക്കെ പല അട്രാക്ഷൻ, ലോ ഓഫ് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തും ചിലർക്ക് പെട്ടെന്ന് സ്പിരിച്വൽ കണക്ഷൻ ഉള്ളവർക്ക് പെട്ടെന്ന് അവർ ചെയ്യുന്ന കാര്യത്തിന് സക്സസ് ഉണ്ടാകും. അങ്ങനെ എന്തോ ഒരു അഡിക്ഷനിലൂടെ അവർക്ക് ഒരു അഡിക്ഷൻ തോന്നി ഈ വ്യക്തിയിൽ അതൊരു സെക്ഷലി ആയിട്ടുള്ള അഡിക്ഷൻ ആവാം. അവരുടെ ഒരു ബാഹ്യമായ ആ ഒരു സ്റ്റൈലും മൈൻഡും എല്ലാം കണ്ട് സെക്ഷൽ അഡിക്ഷൻ ആണെന്ന് ഭൂരിപക്ഷവും കാണിക്കുന്ന സെക്ഷലായ അഡിക്ഷനിൽ പെട്ടാണ് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയിലേക്ക് പോയത്. പക്ഷേ ആ വ്യക്തിയിൽ ചെന്ന് കഴിഞ്ഞ് അവരുടേതായ ആദ്യത്തെ ആ ഒരു സന്തോഷമൊക്കെ കഴിഞ്ഞപ്പം പിന്നെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നാണ്. മൂണാണ് വന്നിരിക്കുന്നത്. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നായി. രക്ഷപ്പെടാൻ മാർഗവുമുണ്ട്, പക്ഷെ ഭയമാണ് രക്ഷപ്പെടാൻ. കാരണം ആയിരിക്കും അവർക്ക് സപ്പോർട്ടായിട്ട്, ആ ലേഡിക്ക് സപ്പോർട്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആരുടെ സപ്പോർട്ടാണ് ഇനി ഈ വ്യക്തിക്കാണോ ലേഡിക്ക്, ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ആ വ്യക്തിക്ക് സപ്പോർട്ടായിട്ടാണോ എന്നൊന്നും നമ്മൾക്ക് പറയാൻ കഴിയാത്ത വിധം ഈ വ്യക്തി പെട്ട് നിൽക്കുകയാണ്. വ്യക്തിക്ക് രക്ഷപ്പെടാനൊക്കെ മാർഗമുണ്ട്, പക്ഷേ പെട്ടെന്നൊന്നും ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും കയറാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അതുപോലെ മാത്രമല്ല അങ്ങനെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും വരുമ്പം അവിടെ ഒരു ഇതുണ്ടാവും, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും. അതായത് മറ്റൊരു വ്യക്തിയുമായിട്ട് എന്തോ ഒരു കണക്ഷനായി പോയിട്ടുണ്ട്. അവരതിനകത്ത് ശരിക്കും ഒരു പൊതുവായ രീതിയിലൊരു കണക്റ്റഡായി എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ആ ബന്ധത്തിൽ കണക്ഷനായിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ തമ്മിൽ ഇഷ്യൂവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പരിഹാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആരൊക്കെയോ ചേർന്ന് ഇവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയോ ഇവരെ ഒതുക്കി തീർക്കാനും ആ ഇഷ്യൂ ഒന്നും ഇല്ലാണ്ടാക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഈ പ്രശ്നം ഇവർക്കിടയിൽ, ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണിനും ഇടയിൽ ഈ പ്രശ്നം വന്നിരിക്കുന്നത് ഒരു ചീറ്റിംഗ് ആണ്. അതായത് ഒന്നെങ്കിൽ സാമ്പത്തികമായിട്ട് ചീറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ ഭയങ്കര അവഗണന അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തിയിൽ നിന്നും. ആ തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ശരിക്കും അവഗണന അനുഭവിക്കുകയാണ്. അവർക്ക് ചലിക്കാൻ പറ്റാത്ത വിധം കണ്ണും കയ്യും കെട്ടി അവിടെ സ്റ്റക്കാക്കി നിൽക്കുകയാണ്. അവർ മുന്നിലേക്ക് ഭൂതകാലം നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു ജീവിതത്തെക്കുറിച്ചും ഇപ്പോൾ അനുഭവിക്കുന്ന ജീവിതത്തെക്കുറിച്ചും ഭയങ്കരമായിട്ടും തിങ്കിങ് ചെയ്യുകയാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരാൻ. മാത്രവുമല്ല ഒരു പുതിയൊരു ബിഗിനിങ്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം, പുതിയൊരു തുടക്കം ആ ഭൂതകാലത്തിലേക്ക് വരുത്തണമെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഡെത്തായി എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇനി അതില്ല എന്നവർ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. കാരണം പൂർണ്ണമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ അവർ ഈ ബന്ധത്തിൽ വന്നു പെട്ടു. അപ്പോൾ ഇനി ആ ബന്ധം നിങ്ങളില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർക്കുടെ ലൈഫിൽ ഇനി വരില്ല എന്ന് ചിന്തിച്ച് അവർ ഭയങ്കരമായിട്ട് തകർന്നു പോയിരിക്കുകയാണ്. അവർക്ക് തകർന്നു, ഇനി ഇല്ല, പൂർണ്ണമായും ഞാൻ തീർന്നു എന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ ഈഗോ പോയി, അവർക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ളതും അഹങ്കാരം എല്ലാം ശമിച്ചു. അവർക്കിനി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവർ ചീറ്റിംഗ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർക്കുടെ മേലിലാണ് ഈ വ്യക്തി, ഈ തേർഡ് പാർട്ടിയുടെ കടന്നു കയറ്റം അവരുടെ മേലെയാണ്. ആജ്ഞാശക്തിയും ഒരു കാര്യം നടപ്പിലാക്കാനും നിലനിർത്താനും അവരെ
ശരിക്കും അനങ്ങാൻ പോലും പറ്റാത്ത വിധം തേർഡ് പാർട്ടി കെട്ടിയിട്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടിയുടെ കണ്ണു വെട്ടിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല, ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ഇമോഷണലി ഈ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി. ഏത് കണ്ടാലും അതിനെ എല്ലാം അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക ഒരു വശീകരണ സൗന്ദര്യമുള്ളൊരു വ്യക്തിയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി. മാത്രവുമല്ല, അവർക്ക് എല്ലാ അബണ്ടൻസും ഉണ്ട്. അവർക്ക് പണമുണ്ട്, വിദ്യാഭ്യാസം, കരിയർ, അവർ നല്ല ഒരു ഉന്നതമായൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. മാത്രവുമല്ല, അവർക്ക് വേറെയും ബന്ധങ്ങളുണ്ട്, അവർക്ക് വേറെയും അഡിഷനുണ്ട്, ആളുകളുമായിട്ട് ബന്ധങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ വ്യക്തിക്ക് ഇന്ന് അറിയുകയും ചെയ്യാം. ആ ബന്ധത്തിലേക്ക് ആ വ്യക്തി, ആ തേർഡ് പാർട്ടി സക്സസ് ആയിട്ടും അതുപോലെ ഹാപ്പി ആയിട്ടും തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേറെയും അഡിഷനുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്ത വിധം നിങ്ങളുടെ വ്യക്തി ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്. അവർക്ക് ഇപ്പം അവർക്കുടെ മുമ്പിൽ ഒരു വെട്ടമുണ്ട്. അവർക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോരാം, അവർക്ക് രക്ഷപ്പെടാം. പക്ഷേ ആ വ്യക്തി എന്ന് പറയുന്നത് അവിടെ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ വയ്യാത്ത വിധം ഒരു എന്താ പറയുക, ഒരു പക്വതയാർന്ന രീതിയിൽ അവർ വളരെ പക്വതയാർന്ന രീതിയിലായിരിക്കുന്നു. ഇതിൽ കൂടുതലും ഒരു 40 വയസ്സിൻ്റെ മേളിലും 30 വയസ്സിൻ്റെ മുകളിലൊക്കെ ഉള്ളവരുടെ റീഡിംഗ് ആണ് കേട്ടോ കൂടുതലായിട്ട് കാണുന്നത്. ഇതൊക്കെ വിവാഹത്തിന് ശേഷം പോയിരിക്കുന്ന വ്യക്തികളെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇച്ചിരി ഏജുള്ളവർ തന്നെയാണ് കേട്ടോ. 40, 45, 50 വയസ്സിനൊക്കെ അടുത്തുള്ളവരുടെ തന്നെ അവസ്ഥകളാണ് കൂടുതൽ എനർജി ആയിട്ട് ഇവിടെ വന്ന് കാണുന്നത്. അതുപോലെ അവർ ഒരു പുതിയ ഇമോഷണൽ, അതായത് എങ്ങനെയെങ്കിലും അവർക്കൊരു സാന്നിധ്യം വേണം, അവർക്കൊരു വ്യക്തിയുടെ സാന്നിധ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്നിപ്പോൾ അവർ നിൽക്കുന്നത്. അവർക്കൊരു വ്യക്തിയുടെ സാന്നിധ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരൊരു ഇമോഷനായിട്ട് ഒന്ന് പോകണം, ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം, ഇത് വേണം, ഒരു പുതിയൊരു വിജയം, ഒരു തുടക്കം വേണം. അതിനെന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി ശരിക്കും ആലോചിക്കുന്നുണ്ട്. എങ്ങനെ വേണം ഇവിടെ നിന്നും രക്ഷപ്പെടാനെന്ന് നിങ്ങളുടെ വ്യക്തി നല്ല പോലെ ആഗ്രഹിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അവർക്കൊരു വിജയം ഉണ്ടാകുമെന്ന് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നുണ്ട്. നമുക്കൊരു വിജയം ഉണ്ടാകും, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അവരുടെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ അവർക്കൊരു നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും നമ്മൾ ആ ഒരു കണ്ട ആ ഒരു ഇമോഷണലി ഒരു രാജകീയമായ രീതിയിൽ ഉള്ള ഒരു സക്സസ് വേണമെന്നൊക്കെ അവർ ഉൾവലിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു പഴയ അവസ്ഥയിലേക്ക് വരണം, അല്ലെങ്കിൽ അവർക്കൊരു സ്ഥാനം വേണം. അവരത്രത്തോളം പ്രഷ്യസ് ആയിട്ട് കണ്ടിരുന്ന നിങ്ങൾ അത്രയും കാര്യമായിട്ട് അവർ നോക്കിയിരുന്ന സ്ഥാനത്തു നിന്നാണ് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത്. എന്നിട്ടാണ് അവർ ഈ കാണായ അനുഭവങ്ങളെല്ലാം ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പം അവർ ആഗ്രഹിക്കുന്നത് അവർക്കത് വേണം, അവർക്കൊരു കമാൻഡർ പദവി, അവർക്കൊരു സ്ഥാനം വേണം. അത് എന്ത് സ്ഥാനമാണെങ്കിലും അവർക്ക് അത്രയും നാളും കിട്ടിയിരുന്ന ആ ഒരു ഇമോഷണലി അവർക്ക് വളരെ നല്ല ഒരു അവസ്ഥ വേണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ അവരതിനു വേണ്ടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരുന്ന് ഇവരെ ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിൽക്കുകയാണെങ്കിലും ശരി, അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇമോഷണലി ആണ് അവരുടെ പ്രശ്നം, അവർ ഇമോഷണലി ആണ് തകർന്നിരിക്കുന്നത്. ആ ഒരു തകർച്ചയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടണമെന്നും അതിനുവേണ്ടി അവർ വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇമോഷണലി അവർക്ക് ഇമോഷനായ കാര്യം, അതായത് അവർക്ക് വേണ്ടത് സമാധാനവും സന്തോഷവും സ്നേഹവുമാണ്. അതിനു വേണ്ടിയിട്ട് അവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അവർ നല്ല പോലെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രതീക്ഷിക്കുകയാണ് അവർ, ഇനിയും വരും, സ്കോപ്പ് ഉണ്ട് എന്നവർ പ്രതീക്ഷിക്കുകയാണ്. കാരണം നിങ്ങളിൽ നിന്ന് കിട്ടിയത് ഒരു മദറിൻ്റെ സ്നേഹവും സാന്നിധ്യവും, അങ്ങനെ ഒരു മദറിൻ്റേതായ കെയറിങ് ആണ് നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ഒരു മദറിൻ്റെ കെയറിങ്. അത്രത്തോളം സ്നേഹമായിട്ടാണ് നിങ്ങൾ അവരെ കണ്ടിരുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്.
അവർ ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ച് ആ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അവർക്കൊരു സ്കോപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇത് തിരിച്ച് ഞാൻ അവിടെ എത്തുമെന്നും ആ പഴയ ഒരു അവസ്ഥയിൽ എനിക്ക് എത്താൻ സാധിക്കുമെന്നും അവർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിലേക്ക് വരാൻ പറ്റും, നിങ്ങളെ പഴയ പോലെ സ്നേഹിക്കാൻ പറ്റും, നിങ്ങൾ ആ പഴയ സ്നേഹവും റെസ്പെക്റ്റും ബഹുമാനവും അവർക്ക് കൊടുക്കും എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് വളരെ ഡിപ്രഷൻ അവസ്ഥയിലാണ്. കാരണം ആ വ്യക്തിക്ക് വേറെയും ബന്ധങ്ങളുണ്ടെന്ന് അറിഞ്ഞു. അത് ഭയങ്കര ഷോക്കായിപ്പോയി. ഭയങ്കര പ്രതീക്ഷയും സക്സസ്സും വിജയവും എല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയത്. ഇപ്പം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് ഒന്നുമല്ല, ഇതൊക്കെ വെറും ബാഹ്യമായ അല്ലെങ്കിൽ പുതുമോടി ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഒരു രക്ഷയുമില്ലാണ്ട് മൈഗ്രെയിൻ്റെ അവസ്ഥയാണ്. ഒരു കാര്യങ്ങളും എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരോട് ഈ അവസ്ഥ പറയണം എന്നോർത്ത് ആരോടും പറയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ മാനസികമായിട്ടും ആകെ തകർന്നിരിക്കുക. ബർഡൻ ചുമക്കുവാണ്. ഒരുപാട് ഭാരവും പ്രശ്നങ്ങളും ഈ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് അവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ പുതിയൊരു ലോകം വേണം, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടണം എന്ന് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് ചാടിയേ പറ്റൂ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇനി നിന്നാൽ ഞാനെന്ന വ്യക്തി പൂർണ്ണമായും ഇല്ലാതെയാകും. അപ്പം പുതിയൊരു സ്ഥലത്തേക്ക് മാറണം, ഇവിടുന്ന് എത്രയും വേഗം അടുത്ത ഒരു അവസ്ഥയിലേക്ക് പോകണം, ഇവിടുന്ന് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഇതിവിടെ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മജീഷ്യനാണ് വീണ്ടും ലാസ്റ്റ് വന്നിരിക്കുന്നത്. മജീഷ്യനാണ്. നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ റീഡിങ്ങിലും നമുക്ക് മജീഷ്യൻ കിട്ടുന്നുണ്ട്. നിങ്ങളോട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറയുന്നു. നിങ്ങളുടെ പേഴ്സണും നല്ല കഴിവുകളും എല്ലാം ഉള്ള വ്യക്തിയായിരുന്നു. അയാളുടെ കൈകളിൽ ഇപ്പോഴും കഴിവുണ്ട്. അയാൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും നല്ല ഒരു ഹാപ്പി ഫാമിലിയാണ്. 10 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും നമ്മുടെ കൂടെ, എല്ലാം ഉണ്ട് നമുക്ക്. സാമ്പത്തികമായി എല്ലാം വിജയവും കാര്യങ്ങളും വരും. അപ്പം അതുപോലെ ഒരു രാജാവിനെ പോലെ തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇവർ ഈ ഒരു ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ വളരെ താമസമുള്ള ഒരു കാര്യമാണ് ഈ ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്. അതുകൊണ്ട് അവരങ്ങനെ പെട്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അവരാഗ്രഹിച്ചതോ ചിന്തിച്ചതോ ഒന്നുമല്ല അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അവരാഗ്രഹിച്ചത് അവർക്ക് വലിയ രീതിയിൽ ഒരു മെച്ചമുണ്ടാവും, സക്സസ് ഉണ്ടാവും. മാത്രമല്ല അവർ ഒരു അഡിഷൻ തോന്നിപ്പോയതാണ് കേട്ടോ. കാരണം അവരുടെ ആ ഒരു ബാഹ്യമായ സൗന്ദര്യവും പ്രകടനത്തിലൊക്കെ പെട്ട് ആ ഒരു രീതിയിൽ അവർ പെടുത്തിയതാണ്. പിന്നെ മാത്രവുമല്ല ഇതൊരു വശീകരണത്തിലൂടെ കൊണ്ടുപോയതാണ്. ഏതോ രീതിയിൽ ആ വ്യക്തി തേർഡ് പാർട്ടി അവരെ വശീകരിച്ച് കൊണ്ടുപോയതാണ്. ആ ഒരു അഡിക്ഷൻ്റെ പുറത്ത് അപ്പോൾ തോന്നിയ ഒരു ഇഷ്ടം ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയതാണ്. പക്ഷേ അത് പോയ രീതി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് അവർ കടന്നു പോയത്. അതുകൊണ്ട് അവർക്ക് തിരിച്ച് നടക്കാനും വയ്യ, ഈ ബർഡൻ ചുമക്കാനും പറ്റുന്നില്ല. അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും പെട്ടെന്നെങ്ങും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി. പെട്ടെന്നൊന്നും അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നമ്മൾ ഇന്നിവിടെ വെച്ചിരിക്കുന്ന യൂണിക്കോണിൻ്റെ മെസ്സേജാണ്. യൂണിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചൽസിന് മധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടിയിട്ട് മെസ്സേജ് കൊണ്ടുവരുന്ന ആളാണ്. നമ്മൾക്ക് വേണ്ട എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷനിൽ, നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ സിറ്റുവേഷനിൽ, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് യൂണിക്കോൺ തരാൻ പോകുന്ന മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വെച്ചിരിക്കുന്ന ഫയല് യൂണിക്കോൺ നിങ്ങൾക്കുള്ളതാണ്. സെക്കൻഡ് നിങ്ങളുടെ പേഴ്സണ്, തേർഡ് നിങ്ങളുടെ തേർഡ് പാർട്ടിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ ഫയലിൽ ബ്ലെസ്സിങ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് ദി ഗുഡ് ഇൻ യുവർ ലൈഫ് വിൽ മൾട്ടിപ്പിൾ. അതായത് നിങ്ങളോട് കൗണ്ട് ചെയ്യാൻ പറയുകയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ്സിനെ കുറിച്ച്.
അത് നിങ്ങളോട് കൗണ്ട് ചെയ്യുവാനാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വർദ്ധിക്കുന്നു, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആണെന്നാണ് നമ്മളോട് യൂണിക്കോൺ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ബ്ലെസ്സിങ്സിൽ വിജയമുണ്ടാകും. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ്, നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങൾ അനുഭവിച്ച എല്ലാ അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്കിനി ഒരു ചേഞ്ചിങ് ആണ്. നിങ്ങൾക്ക് മാലാഖമാരുടെ മാത്രമല്ല നമ്മുടെ യൂണിവേഴ്സൽ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. അത്ഭുതങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. അതല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുകളിലേക്ക് തന്നെ ഉയർന്നു പോകുക, വിജയിക്കുക എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എൻ്റെ പേഴ്സണിൻ്റെ എന്നോട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ അത്ഭുതം സംഭവിക്കുകയാണ്. അതായത് യൂണിക്കോൺ അനുഗ്രഹങ്ങൾ പ്രസരിപ്പിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് യൂണിക്കോൺ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പ്രസരിപ്പിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് വരുന്നതെന്ന് നിങ്ങളോട് ശ്രദ്ധിച്ചോളാനാണ് പറയുന്നത്. ഇന്ന് നാളെ നാളെ കഴിഞ്ഞായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അയച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ. അടുത്തത് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പേഴ്സണോടാണ് പറഞ്ഞിരിക്കുന്നത്, ബെർത്താണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഒരു ബെർത്ത്, ജനനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പുതിയൊരു ആശയം അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയാവാനാണ്. ഈ അവസ്ഥയിൽ നിന്നൊക്കെ മാറി നിങ്ങളൊരു പുതിയ ആശയം, ഒരു പുതിയ നിങ്ങൾ ആ ഒരു അവസ്ഥയൊക്കെ മറക്കുക, അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയാവാനായിട്ടാണ് യൂണിക്കോൺ പറയുന്നത്. യൂണിക്കോൺ വാഗ്ദാനം നൽകുകയാണ്, പുതിയൊരു മാറ്റത്തിന് നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ ഇനി മര്യാദയാണെങ്കിൽ പുതിയൊരു മാറ്റത്തിന് സഹായിക്കാം എന്നാണ് നമ്മുടെ പേഴ്സണോട് യൂണിക്കോൺ പറയുന്നത്. നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക. യൂണിക്കോണിൻ്റെ സമ്മാനങ്ങൾക്കായി ഹൃദയം തുറന്നു നിൽക്കുക. പുതിയതും അത്ഭുതകരവുമായ കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എത്താൻ എന്ന അഫർമേഷൻ പറയുക എന്നാണ് പറയുന്നത് പേഴ്സണോട്. നിങ്ങളെ വിട്ടേച്ചു പോയ പേഴ്സൺ പുതിയതും അത്ഭുതകരവുമായ കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എന്ന അഫർമേഷൻ പറയൂ എന്നാണ് നമ്മളോട് യൂണിക്കോൺ പറയുന്നത്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് യൂണിക്കോൺ പറയുന്ന മെസ്സേജ് ഫെദറാണ്. ഫെദറാണ് പറയുന്നത്. നിങ്ങൾക്കായുള്ളൊരു സന്ദേശം ഉടനെ വരും. നിങ്ങൾ ചെയ്ത കർമ്മയുടെ ഫലം നിങ്ങൾക്ക് ഉടനെ തന്നെ വരും. അതായത് മനസ്സിലാക്കാൻ നിങ്ങളുടെ ദൃഷ്ടാന്തം നോക്കുക, അത് മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങൾക്കുടനെ ഒരു സന്ദേശം വരും. അതായത് തേർഡ് പാർട്ടിക്ക് ഉടനെ ഒരു സന്ദേശം വരും. ചിലപ്പോൾ അത് പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ അവർ ചെയ്ത കർമ്മയുടെ ഫലമായിട്ട് നെഗറ്റീവും ആകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ബ്ലെസ്സിങ്സും കാര്യങ്ങളുമാണ് ഇന്ന് നമുക്ക് റീഡിങ്ങിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇത് റെസനേറ്റ് ആവുന്നത് എന്നുള്ളതും നിങ്ങൾ വ്യക്തമായിട്ട് പറയണം കേട്ടോ. നിങ്ങൾ എന്നോട് നൽകുന്ന എൻ്റെ കൂടെ ഉള്ള എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ ഞാൻ ഈ റീഡിങ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നെ നല്ലതുപോലെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എത്ര നാൾ നമ്മൾ ഈ യാത്ര പോകുമെന്നറിയില്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഓരോ സന്ദേശങ്ങൾ എത്തിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ എന്നോട് പറഞ്ഞിരിക്കുന്ന എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് റീഡിങ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സൽ മെസ്സേജ് എല്ലാ ദിവസത്തെയും കേൾക്കണം. യൂണിവേഴ്സൽ മെസ്സേജ് കേൾക്കാതിരിക്കരുത്. കാരണം യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം യൂണിവേഴ്സൽ മെസ്സേജിലൂടെ നിങ്ങളുടെ കരിയറിനെ നിങ്ങൾക്ക് ഡെവലപ്പാക്കി എടുക്കാൻ പറ്റും. നമ്മൾ കരിയറിൽ ഡെവലപ്പായാൽ നമുക്ക് എല്ലാ അബണ്ടൻസും കാര്യങ്ങളൊക്കെ വന്നാൽ ഈ റിലേഷൻഷിപ്പ് ഓട്ടോമാറ്റിക്കലി ശരിയാകും. അതേസമയം കരിയറിലും നമ്മൾക്കൊരു വിജയമില്ലാതെ പരാജയമായിട്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹെർമിറ്റ് പോലെ ഉൾവലിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒന്നിനെയും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ലൈഫിലേക്ക് ഒന്നും വരികയില്ല. അപ്പം നിങ്ങൾക്ക്
എല്ലാ ദിവസവും ഞാനിടുന്ന യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾ കാണുകയും ചെയ്യണം. അതിനകത്ത് പറയുന്ന ആ ഒരു ഏഞ്ചൽ മെസ്സേജിനെ നിങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യണം. ഇപ്പം നിങ്ങളോട് എല്ലാ പ്രാവശ്യവും നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് ബ്ലെസ്സിങ്സ് ആണെന്ന്. അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരു സമയം വരെ നിൽക്കുകയുള്ളൂ. നമ്മുടെ ഒരു കഷ്ടകാല സമയം മാറുമ്പം പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പോലും ചിന്തിക്കാണ്ട് ചേഞ്ച് ആവും. നമ്മൾ ഓർക്കും നമുക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങളെന്ന്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ നേരിടുക എന്നതാണ് എല്ലാ പ്രശ്നത്തെയും. അതായത് ഇങ്ങനെ കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങളെ നേരിട്ട് പോകുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത്. നമുക്ക് ദുഃഖങ്ങൾ വന്നാൽ അതിനെ തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാക്കണം. ഇത്രയും നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്ന അത്രയൊന്നും ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നില്ല. അപ്പം ആ വ്യക്തി അത് അനുഭവിച്ച് നേരിടുകയാണ്. ഒരു വ്യക്തിയുടെ ചെറിയൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ പുറത്ത്, ഒരു വശീകരണത്തിൻ്റെ പുറത്ത്, ഒരു അട്രാക്ഷൻ്റെ പുറത്ത് എന്തോ ഒരു അഡിക്ഷൻ തോന്നിപ്പോയി പെട്ടു, ഈ അവസ്ഥയിലായി. അപ്പം നമ്മൾക്ക് അവർ തിരിച്ചു വരണം എന്നുള്ളവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുക, നമുക്ക് വേണ്ട എന്നുള്ളത് തള്ളിക്കളയുക കേട്ടോ. കാരണം ഒരാളെ വേണ്ടാന്ന് വെച്ച് മറ്റൊരിടത്തേക്ക് പോയ വ്യക്തി നമ്മളുടെ എന്തൊക്കെയോ കുറവുകൾ കണ്ടിട്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ കുറവുകൾ തന്നെയാണ് നമുക്ക് ഇനിയും അവർ വന്നു കഴിഞ്ഞാലുള്ളത്. നമുക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങളെന്ന വ്യക്തി തന്നെയായിരിക്കും എന്നും നിങ്ങൾ. അപ്പം നമ്മൾക്ക് വീണ്ടും വന്നു കഴിഞ്ഞാലും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തോന്നുമ്പോൾ അവർ പോകും. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.